ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ അറിയൂ എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടേറാണെങ്കിൽ ക്ലാസ്സിന് പോകേണ്ട ടൈമായിട്ടും കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത്. നോർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ടേർ എഴുന്നേക്ക് ലേറ്റായെന്നും പറയുന്നു വിളിക്കുന്നുണ്ട്. എന്നാൽ ടേറാണെങ്കിൽ അനങ്ങുന്നില്ല. അങ്ങനെ നോർത്ത് ഡ്രസ്സ് മാറ്റിയിട്ട് നോക്കുമ്പോൾ ഇവൻ ഇപ്പോഴും അനങ്ങുന്നില്ല. അങ്ങനെ അവനെ ചെന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയോ റെഡിയാക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ നോർത്ത് അവൻ്റെ വണ്ടിയിൽ ടേറിന് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോയി കഴിയുന്നതും ടേറിൻ്റെ അടുത്തേക്ക് നേരെ നമ്മൾ ടൈഫൂൺ വരുവാണ്. ടൈഫൂൺ വന്നിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ഫോം എവിടെയെന്ന് വെച്ചപ്പോൾ ഫോം ഒരു പെങ്കൊച്ചിനെ അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടാക്കാൻ പോയിക്കുക. അവൻ ഇനിയിപ്പോൾ ഒരു നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ക്ലാസ്സിൽ ചെന്നിരിക്കുന്നുണ്ട്. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫോം എത്തുന്നത്. ടീച്ചർ കാണാതെ ഒളിച്ചും പാത്തുമൊക്കെ അവനും കയറി ക്ലാസ്സിലേക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഫോം അവൻ്റെ ഫോണിൽ നമ്മുടെ ടേറിന് ഹില്ലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടായിരുന്നു. അതായത് നമ്മുടെ ടേർ, ജോഹാൻ, പിന്നെ ആർത്തിഡ്, തോൻഫ ഇവർ നാലുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പെങ്കൊച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് നമ്മുടെ ഹിൽ അതിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അപ്പോൾ ആ പെങ്കൊച്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നൊക്കെ ഗസ് ചെയ്ത് പറഞ്ഞ് ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ പെങ്കൊച്ച് ഹില്ലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ ഒരാളെടുത്ത് ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന്. ആ സമയം നമ്മുടെ ഹില്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കിക്കോളാം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ടേർ കാണുന്നുണ്ട്. ടേറിനോടത്താണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. സൈഡിലിരിക്കുന്ന നമ്മുടെ ഫോമും ടൈഫൂണും ഒക്കെ ഓ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെയും കളിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് ഹില്ല് ടേറിന് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ടേറിനോട് ക്ലാസ് കഴിഞ്ഞു നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ലോ നീ കണ്ടല്ലേ, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും പറയുക ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ടേറാണ് ചെറുതൊട്ടൊന്ന് ബ്ലഷ് ആവുന്നുണ്ട്. എന്നിട്ട് ഹില്ലാണെങ്കിൽ ക്ലാസ് കഴിയുമെങ്കിൽ പറഞ്ഞാൽ നിന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ടേർ ക്ലാസ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ഹില്ലും ടേറും കൂടെ ആയിട്ട് കോളേജിൻ്റെ അവിടെ തന്നെ ഒരു കഫേയിലേക്ക് പോകുന്നുണ്ട്. ചെന്നിട്ട് അവരൊക്കെ ഇങ്ങനെ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണ്. ആ കഫേക്കകത്ത് 2 ഗേൾസ് ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ ഹില്ലിനെ കണ്ടിട്ട് എന്ത് ഹോട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു പെങ്കൊച്ച് മിണ്ടാതിരിക്കുക, അവനവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നതിനെ കണ്ടുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടേറാണെങ്കിൽ ഹില്ലിനൊന്ന് തുറച്ചു നോക്കുന്നുണ്ട്. ആ സമയം ഹില്ല് എന്ത് പറ്റി, നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല എന്ന് പറയാണ്. ആ സമയം ഹില്ല് അപ്പോൾ പിന്നെ നീ എപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് ആവുമെന്ന് ചോദിച്ചപ്പോൾ ടേർ ശ്രമിച്ചുകൊണ്ടിരിക്കും, എപ്പോഴെങ്കിലും ആവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ ഓർഡർ ചെയ്ത സംഭവമൊക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ടേർ ഹില്ലിനും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്, അവനും കഴിക്കുന്നുണ്ട്. ആ സമയം ഹില്ല് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടേറാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിന് അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹില്ലാണെങ്കിൽ ഇല്ല, നിൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഏറ്റവും അടിപൊളി, എനിക്കാണെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ കഫേയിലോട്ട് കഴിക്കാനൊക്കെ ആയിട്ട് വരുന്നതെന്ന്. ആ സമയം ടേർ നീ എൻ്റെ കഫേയിൽ വരുന്ന ടൈമിന് നിനക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നോ, നീ ട്യൂഷനൊക്കെ പോയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ പോയിരുന്നു എന്ന് പറയാണ്. ആ സമയം ടേർ എപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്തൊന്നും നിനക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പം നീ എന്നെ അറിയുന്നതിന് മുമ്പേ എൻ്റെ കഫേയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇല്ലാണെങ്കിൽ അതേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തലയാട്ടി ഈ വിഷയം മാറ്റി അങ്ങ് വിടുന്നുണ്ട്. ആ വിഷയം മൊത്തത്തിൽ അവൻ കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കി വിടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ ഒരു ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കഫേയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ ഹില്ലിൻ്റെ ഒരു ഡ്രൈവർ അവിടെ നിൽക്കുന്ന കാണുന്നത്. അയാളെ കണ്ടിട്ട് ഹില്ല് എന്താ കാര്യം ചോദിക്കുന്ന സമയത്ത് അയാൾ അത് പിന്നെ മുത്തശ്ശന് നിങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു സാറെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറും ഹില്ലും പരസ്പരം നോക്കുന്നുണ്ട്. കാരണം ഹില്ലിൻ്റെ മുത്തശ്ശൻ എങ്ങനെയാണെന്ന് ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലെല്ലാം നമുക്ക് മനസ്സിലായതാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഈവനിങ് ടേർ അവൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്നതാണ്. ആ സമയം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന നോർത്താണെങ്കിൽ ടേർ അവിടെ നിൽക്കുന്നിട്ട് ടേർ നീ അകത്തേക്ക് വാ, പുറത്തെല്ലാം തണുപ്പാവുന്നുണ്ട്, നിനക്ക് വയ്യാണ്ടാവും, നീ അകത്തേക്ക് കയറാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ ആന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നോർത്ത് ഞാൻ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. ടേർ ആ സമയമൊക്കെ ഹില്ലിനെ കുറിച്ചായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. മുത്തശ്ശൻ എന്തിനായിരിക്കും വിളിച്ചത്, ഹില്ലെന്താ പെട്ടെന്ന് പോയെന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ ടേർ ഹില്ലിനെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാൽ എടുക്കുന്നില്ല. അങ്ങനെ ഹില്ലിനെ നീ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞിട്ട് അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നോർത്ത് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നതാണ്. ആ സമയം ടേർ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയം നോർത്ത് നിനക്കൊരിടത്തും പോകാനില്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ല എനിക്കിന്ന് ക്ലാസ് ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് എങ്കിൽ ശരി ഞാൻ പോവാം, ഞാൻ ചിലപ്പോൾ വരാൻ ലേറ്റ് ആവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ നമ്മുടെ ടേർ ഒരുമാതിരി ഇരിക്കുന്ന കാണുന്നതുകൊണ്ടല്ലേ പോകുന്നതിന് മുമ്പേ ടേറിൻ്റെ അടുത്തേക്കൊന്ന് വന്നിരുന്നിട്ട് എന്ത് പറ്റി, ഇന്നലെ തൊട്ടേ നീ ഓക്കെ എല്ലാം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ ഞാൻ ഓക്കെ അല്ല എന്ന് പറയാണ്. ആ സമയം എന്താ കാര്യം, ഹില്ലിനെ കുറിച്ച് വല്ല ആലോചിച്ചിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ടേറപ്പോൾ അതെ, അവനാണെങ്കിൽ പെട്ടെന്നങ്ങ് പോയി, ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് നോക്കുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിനോർത്ത് എന്താ അവൻ മുമ്പത്തെ പോലെ വീണ്ടും പോയി കളയുമെന്ന് ഓർത്തിട്ട് നിനക്ക് ടെൻഷനാണെന്ന് ചോദിച്ചപ്പോൾ ടേർ അതെ, അങ്ങനെ വിചാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് ഒരിക്കലും ഇല്ല, ഒരിക്കൽ അവൻ പോയതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ വിചാരിച്ച് പോകുന്നതല്ലേ, നിന്നെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല, പക്ഷെ നീ പേടിക്കണ്ട, ഹിൽ എന്തായാലും തിരിച്ചു വരും, ടെൻഷൻ ആവാതിരിക്കാനായി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടേർ കോളേജിൽ ഹില്ലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ
അവിടെ വെച്ച് ജോഹാനെ കാണുന്നുണ്ട്. അങ്ങനെ ജോഹാനോട് ഹിൽ എവിടെയാണെന്ന് അറിയാമോ ചോദിക്കുന്ന സമയത്ത് തനിക്കറിയത്തില്ല, നിനക്കറിയത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കും അറിയത്തില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ നീ വിഷമിക്കേണ്ട, അവൻ തിരിച്ച് വരുമെന്ന് പറയാണ്. അതിനുശേഷം ഒരിടത്ത് ചെന്നിരുന്നിട്ട് വീണ്ടും ഹില്ലിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മെസ്സേജ് അയക്കുകയാണ്. നീ ഇത് എവിടെയാണ്, എന്താ റിപ്ലൈ തരാത്ത, 2 മണിക്കൂർ റിപ്ലൈ തന്നില്ലേ, ഞാൻ നിൻ്റെ അടുത്തിന് മിണ്ടത്തില്ല, നോക്കിക്കോ എനിക്ക് ഇപ്പോഴേ നല്ല ദേഷ്യം വരുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കും പിന്നെ നിൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ നല്ല ടെൻഷനുണ്ട്, നീ ഇത് എവിടെ പോയിരിക്കുക, അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം, മര്യാദയ്ക്ക് പെട്ടെന്ന് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോഹാനെ ഹില്ല് കോൾ ചെയ്തിട്ട് അവനോട് എനിക്ക് ടേറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നതാണ്. ആ സമയം ജോഹാൻ നീ തന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറയുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ, നീ ഒന്ന് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ എൻ്റെ ദൈവമേ എന്നുള്ള രീതി എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഇതുവരെയായിട്ട് ഹില്ല് തന്നെ മെസ്സേജ് ഒന്നും കാണാകുകയും റിപ്ലൈ ചെയ്യുകയും ചെയ്യാത്തതുകൊണ്ട് തന്നെ വിഷമിച്ച് റൂമിൽ ഇരിക്കുന്നതാണ്. ആ സമയമാണ് ജോഹാൻ അവനെ കോൾ ചെയ്തിട്ട് ഞാൻ നിൻ്റെ റൂമിൻ്റെ താഴെ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹില്ല് എന്നെ കോൾ ചെയ്തു. കോൾ എടുത്തപ്പോഴേ അവൻ എനിക്കൊരു ഉത്തരവ് ഇട്ടു, നിന്നെയും കൊണ്ട് പോകാൻ, അതുകൊണ്ട് വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേറിനെയും കൊണ്ട് നമ്മുടെ ഹില്ലുള്ള സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ടേറിനോട് ഡോറിൽ തട്ടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ഡോർ കിട്ടുമ്പോഴത്തേക്കും ഹില്ല് ഡോർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തപ്പോൾ ഇവൻ ആകെ ഒരു ടവൽ മാത്രമേ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ജോഹാനാണെങ്കിൽ എന്ത് വാട ഇത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഹില്ല് ടേറിനെ പിടിച്ചങ്ങ് ഹഗ് ചെയ്യാണ്. ജോഹാനാണെങ്കിൽ താനവിടെ നിൽക്കുന്ന പോലെ ശ്രദ്ധിക്കാതെ അവർ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഹലോ ഹലോ ഞാനിപ്പോഴും ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7-8 പ്രാവശ്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഹില്ല് നമ്മുടെ ടേറിനെ ഒന്ന് ഹഗ് ചെയ്ത് നിർത്തിയിട്ട് ജോഹാനെ നോക്കുന്നത്. എന്നിട്ട് ജോഹാൻ്റെ അടുത്ത് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ നിന്നെ ഈ കോലത്തിൽ ഞാൻ മുമ്പേ കണ്ടിട്ടില്ല, ഫോട്ടോ എടുത്ത് വെക്കേണ്ടായിരുന്നു, പോട്ടെ കുഴപ്പമില്ല ബായ് എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഹില്ലാണെങ്കിൽ ടേറിനെ റൂമിൻ്റെ അകത്ത് വിളിച്ച് കയറ്റിയിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ക്ലോസ് ആയി ചെന്ന് നിൽക്കുകയാണ്. ആ സമയം ടേറ് ഭയങ്കര ക്ലോസാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹില്ല് അത് പിന്നെ ഞാൻ നിന്നെ നല്ലതുപോലെ മിസ് ചെയ്തു, അപ്പോൾ നിന്നെ കുറച്ച് ക്ലോസ് ആയിട്ട് എന്നെ കാണണ്ടേന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ആ സമയം ഹില്ല് കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹില്ല് അവനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വന്നതും ടേറുണ്ട് ഹില്ലിനോട് പിന്നെ ഞാൻ നിൻ്റെ മുടി ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹില്ല് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹില്ലിനാണെങ്കിൽ അവൻ്റെ മുടിയൊക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ആ സമയം ടേറാണെങ്കിൽ ഞാൻ ഇത് എല്ലാ ദിവസവും നോർത്തിൽ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹില്ല് ഓഹോ ഞാൻ ജലസാവട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടേറ് വേണ്ട പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ഹില്ല് ടേറിനെ ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് നിന്നിട്ട് ഞാൻ അതിനെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടേറ് അല്ല വീട്ടിലെ കാര്യം എന്തായെന്ന് വെച്ചപ്പോൾ അത് പിന്നെ മുത്തശ്ശി കണ്ണ് തുറന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാലം നമ്മുടെ ഹില്ലിൻ്റെ മുത്തശ്ശി കോമയിലായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കും ടേറാണെങ്കിൽ ഒത്തിരി ഹാപ്പി ആയിട്ട് അങ്ങനെയാണോ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഹില്ലും ശരിയാണ്, ഞാനാണെങ്കിൽ ഇത്രയും നേരം ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ട് മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റാത്തത്, ഞാൻ വീട്ടിലെപ്പോഴാണ് തിരിച്ചു വന്നത് അപ്പോൾ തന്നെ ജോഹാനെ കോൾ ചെയ്തിട്ട് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതാന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് അങ്ങനെ ഇപ്പോൾ പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നീ ഒന്ന് കോൾ ചെയ്ത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഹില്ല് അത് പറ്റില്ല, എനിക്ക് നിന്നെ കാണണമായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ടേറിനോട് അല്ല നിനക്ക് എൻ്റെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേറ് നിന്നെ കാണാൻ നല്ല ടയേർഡായിട്ടുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം, നീ പോയി കിടന്ന് ഉറങ്ങാൻ പറയാണ്. എന്നാൽ ഹില്ല് പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് ടേറിനോട് നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറയാണ്. അങ്ങനെ ടേർ കുറച്ച് നേരം ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് നീ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ല് ഭയങ്കര മോശമായിരുന്നു, ഞാൻ ഫുള്ളി ഇവിടെ ഒറ്റയ്ക്കായിരുന്നു, എനിക്കാണെങ്കിൽ സങ്കടവും എന്തോ കുറ്റബോധവും ഒക്കെ ആയിരുന്നു, പിന്നെ ഞാൻ ഫുൾ ടൈം റൂമിൽ തന്നെയായിരുന്നു ബുക്ക് വായിച്ചുകൊണ്ട് ആരുമായിട്ട് മിണ്ടത്തൊന്നുമില്ല, കാരണം അന്ന് നമ്മുടെ ഇടയിലുള്ള കാര്യം മുത്തശ്ശൻ മനസ്സിലാക്കിയതിന് ശേഷം എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൽ നിന്ന് മുത്തശ്ശൻ തടഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം ഇവിടെയായിരുന്നു, ആരെയും മീറ്റ് ചെയ്തില്ല, കോളേജിൽ ജോയിൻ ചെയ്യുന്നവരെ എന്നെ പുറത്തേക്ക് വിട്ടതേ ഇല്ല, പക്ഷേ പിന്നീട് ജോയിൻ ആയതിന് ശേഷം ഞാൻ ഒരിക്കലും നിന്നെ ഫോൺ ചെയ്തായിരുന്നു, എന്നാൽ നീ കോൾ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടയർ അത് പിന്നെ എൻ്റെ അച്ഛനും ആ ഒരു സംഭവത്തിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഒത്തിരി വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഡെയിലി ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ അടിയായി, പിന്നീട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഞാൻ പിന്നെ എൻ്റെ റിലേറ്റീവിൻ്റെ കൂടെയാണ് താമസിച്ചത്, ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പറെല്ലാം മാറ്റിയായിരുന്നു, അതുകൊണ്ടാവും പിന്നെ എൻ്റെ അച്ഛൻ ഞാൻ റിലേറ്റീവിൻ്റെ കൂടെ നിന്നേന്ന് അറിയാമെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ചേച്ചി എന്നെ വിളിച്ചായിരുന്നു, ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛന് എന്നോട് ദേഷ്യമൊന്നും ഇല്ലയെന്ന്, അതുകൊണ്ട് എല്ലാം ഓക്കെ ആയെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അത് നല്ല വാർത്തയാണല്ലോ, അപ്പം നമുക്ക് ഇനി എല്ലാം സെറ്റായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ടേർ ആണെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹില്ലാണെങ്കിൽ ടേറിന് അവൻ്റെ റൂമിലേക്ക് കൊണ്ടുവരുന്നതാണ്. വന്നോണ്ടേ തന്നെ ഹില്ല അവൻ്റെ ഫോൺ എടുത്ത് എന്തോ ചെയ്യുന്നതായിട്ട് ടേർ എന്താ ചെയ്തതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ നിൻ്റെ മെസ്സേജിന് റിപ്ലൈ തന്നെയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ എനിക്ക് നിൻ്റെ റിപ്ലൈ ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്.
അതിനുശേഷം ഹില്ല് കുറച്ച് നേരം അവനെ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ച് തരത്തില്ല, സ്നാക്സ് വാങ്ങിച്ച് തരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം ടേർ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ടേർ വന്നത് കേട്ടതും നോർത്ത് ഉടനെ ടേറിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറ നിങ്ങൾ ഒഫീഷ്യലി ബോയ് ഫ്രണ്ട്സ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ നോർത്താണെങ്കിൽ എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ, സത്യം പറ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടേർ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് അല്ല നിങ്ങൾ ശരിക്കും ഒഫീഷ്യൽ ആയോ എന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോർത്തിനോട് നീയും ജോഹാനും തമ്മിൽ കാര്യങ്ങളൊക്കെ എന്തായി, നിങ്ങൾ ഒഫീഷ്യലാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഒന്ന് വിഷയം മാറ്റി വിടുന്നുണ്ട്. അതേസമയം ടയർ വേറൊരു കാര്യം ആലോചിച്ചിട്ട് ഞാൻ വരുന്ന ടൈമിന് ഇവിടുത്തെ ഓണറായിട്ടുള്ള ലേഡീനെ കണ്ടായിരുന്നു, അവരാണെങ്കിൽ പൈസ അടയ്ക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ ആലോചിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടയർ നിൻ്റെ ഉള്ള പൈസ മൊത്തം ഗെയിമിങ് കമ്പ്യൂട്ടറും അതും ഇതും ഒക്കെ വാങ്ങിച്ച് കളയുക, അതൊക്കെ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ നോർത്ത് പക്ഷേ അതൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്. ആ സമയം ടയർ എന്തേലും ആവട്ടെ, അല്ല നീ പറ നീയും ജോഹാനും തമ്മിൽ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടയർ ഉവ്വ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന കഫേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഓണറായിട്ടുള്ള നമ്മുടെ തണ്ണിനോട് നമ്മുടെ നോർത്ത് എനിക്ക് കുറച്ച് പൈസ കടം തരുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് ചോദിക്കുന്നത് നല്ല കുറേ പൈസയാണ്. അപ്പോൾ തണ്ണാണെങ്കിൽ ഇത്രയും പൈസയൊക്കെ ആരെങ്കിലും കടം കൊടുക്കുമോ, അല്ല ഇപ്പം നിനക്ക് എന്താ ഇത്രയും ആവശ്യമെന്നൊക്കെ പറഞ്ഞ സമയത്ത് അത് പിന്നെ റൂമിൻ്റെ റെൻ്റ് അടയ്ക്കാനാണ് സമയമായി എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ നിൻ്റെ ഒട്ടും പൈസ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ആ പൈസയ്ക്ക് ഞാൻ ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടർ വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ നിനക്ക് എന്തുവാ നീ ഈ പൈസ ചുമ്മാ ചിലവാക്കി കളയുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ നീ ജോഹാനോട് കാര്യം പറയാനായിട്ട് പറയുമ്പോൾ എനിക്ക് അവനോട്ട് പൈസ കണക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ പിന്നെ ഈ ഒരു കഫേ ഇങ്ങനെ വിൽക്കാൻ പോകണമെന്ന് പറയാണ്. ആ സമയം അവർ അയ്യോ എന്തിനത് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്കും താല്പര്യമില്ല, എന്നൊരു നല്ലൊരു അടിപൊളി ഓഫറാണ് വന്നത്, അതുകൊണ്ട് പിന്നെ ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവർ രണ്ടുപേരും അല്ല ആരാ വാങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അതറിയത്തില്ല, അത് പിന്നെ അയാൾ വേറൊരാളെയാണ് അയച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്, അതുകൊണ്ട് ആരാണിത് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് അല്ല ടേർ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നീയും ജോഹാനും ക്ലോസ് ആണെന്ന്, നിങ്ങൾ ശരിക്കും ക്ലോസ് ആണോ, അവൻ നീയോട്ട് ഫ്ലേർട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നോർത്ത് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. തന്നപ്പോൾ ഞാൻ മുമ്പേ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു പ്ലെയറാണ്, അവനെ വെച്ചുകൊണ്ടിങ്ങനെ നിൽക്കല്ലേ, അവൻ ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം കറക്റ്റ് ഹില്ല് നമ്മുടെ ജോഹാൻ ആ കടയ്ക്കകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ നമ്മുടെ നോർത്തിൻ്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജോഹാനാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നമ്മുടെ നോർത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അത് എൻ്റെ സ്റ്റാഫാണ്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് താൻ ചോദിക്കുവാണ്. ആ സമയം ജോഹാനാണെങ്കിൽ അവൻ നിൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർത്തിനെ വിളിച്ചുകൊണ്ട് കഫേയുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു സോഫയിൽ ഇരുന്നിട്ട് നമ്മുടെ നോർത്തിനെ ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നോർത്ത് ഇപ്പോൾ വീട് ആരെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോഹാൻ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർത്തിനെ ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയമാണ് ഹില്ലും ടേർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ സീൻ കാണുമ്പോൾ നമ്മുടെ ടേറും കെട്ടുന്നുണ്ട്. എന്നാലും കുറച്ച് കൂളൊക്കെ ആയിട്ട് നമ്മുടെ ടേറും പിന്നെ ഹില്ലും കൂടെ ആയിട്ട് വേറെ സീറ്റിൽ ഇരുന്നിട്ട് അവർ സംസാരിക്കുകയാണ്. ആ സമയം ടേറാണെങ്കിൽ ജോഹാൻ്റെ അടുത്ത് നോർത്തിന് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ നോർത്തിനോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ നോർത്ത് അവൻ ചുമ്മാ പറയാൻ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ സത്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ നോർത്ത് അത് പിന്നെ ഒന്നുമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജോഹാനാണെങ്കിൽ ഹില്ലിൻ്റെ അടുത്ത് ടേറിൻ്റെ കണ്ണൊന്ന് മൂടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ട് നമ്മുടെ ടേറിൻ്റെ കണ്ണ് മൂടുകയാണ്. ഹില്ലും തിരിഞ്ഞിരിക്കുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ നോർത്തിനെ കിസ് ചെയ്യുവാണ്. നമ്മുടെ ടേറാണെങ്കിൽ എന്തൊക്കെയോ സൈഡിൽ കൂടെ കണ്ടായിരുന്നു. അങ്ങനെ കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹില്ലാണെങ്കിൽ നീ ഭയങ്കര കൂടുതലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നോർത്തിനോട് അല്ല നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ജോഹാൻ വീണ്ടും ചോദിക്കുകയാണ്. ആ സമയം നോർത്ത് ഇപ്പോൾ വർക്കുണ്ട്, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ ടേറുമായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ടൈമിന് നമ്മുടെ ടേറാണെങ്കിൽ ആ ഒരു കിസ് സീൻ കണ്ടതുകൊണ്ട് തന്നെ ഇപ്പം എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ ഹാർട്ട് അറ്റാക്ക് വന്ന കണക്കിന് അങ്ങ് നടന്നു പോവാണ്. ആ സമയം ടേറാണെങ്കിൽ മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് നോർത്ത് എന്തേലും പറയാനായിട്ട് പറഞ്ഞപ്പോൾ ടേർ ഞാൻ എന്തോന്ന് പറയാനായി, ഇപ്പം ഞാൻ എന്തായി കണ്ടേ, ജോഹാൻ എന്ത് ധൈര്യമാ ദൈവമേ, അതൊക്കെ ഇനി സ്ഥിരം കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ നിൽപ്പുണ്ടായിരുന്നു. തണ്ണാണെങ്കിൽ നോർത്തിനെ കാണുമ്പോഴത്തേക്കും നീ എന്തിനാണ് വിളിച്ചപ്പോൾ കൂടെ പോയത്, അവൻ എങ്ങനെയുള്ള ആളെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് പറഞ്ഞു തന്നതാണ്, എന്നാലും അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ വീണ്ടും അല്ല നീ എന്തിനാ ഇങ്ങനെ പോകുന്ന പേടിച്ച്, അവനാണെങ്കിൽ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഫോഴ്സ് ചെയ്യുവാണോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് അല്ല അത് ഞാനായിട്ട് പോയതാ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് വരുന്നുണ്ട്, നിനക്ക് അവൻ ഇഷ്ടമാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു കാര്യം നോർത്തിനോട് ചോദിക്കുമ്പോൾ നോർത്ത് അതെ എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ പക്ഷേ അവൻ എങ്ങനെയുള്ളവനാണ് നീ പറഞ്ഞു തന്നല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ പക്ഷേ ഫീലിങ്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ വേറെ അതിനെക്കുറിച്ചും കെയർ ചെയ്തില്ല, പിന്നെ അവൻ എന്നോട് മര്യാദയ്ക്ക് പെരുമാറുന്നത്, വേറെന്താ വേണ്ടതെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ അപ്പോൾ ഞാനല്ലേ ഇപ്പോൾ തെറ്റ് ചെയ്തത്, കുഴപ്പമില്ല ഞാനും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവിടെ നടന്നു പോകുന്നുണ്ട്.
ആ സമയം അങ്ങോട്ടേക്ക് തോൻഫായും ആർത്തിനും കൂടെ വരുന്നുണ്ട്. അവരാണെങ്കിൽ വന്നോണ്ടേ തന്നെ നമ്മുടെ ടേറിനെ കാണുന്നുണ്ട്. അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ടേർ അപ്പോൾ നോർത്തിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോർത്ത് നമ്മുടെ ജോഹാൻ്റെ ആളാണെന്നുള്ള കാര്യം ഇവർക്കറിയാം. എന്നാൽ നോർത്തിനെ കണ്ടിട്ടില്ല, പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നോർത്തെന്ന് കേൾക്കുമ്പോഴത്തേക്കും ആളിതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആർത്തിനാണെങ്കിൽ തോൻഫാൻ്റെ അടുത്ത് ജോഹാൻ്റെ ആൾ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരും നോർത്തിൻ്റെ അടുത്ത് പേര് പറഞ്ഞ് പരിചയപ്പെടുവാണ്. അതിനുശേഷം അവരും വേണ്ട സാധനം ഓർഡർ ചെയ്തിട്ട് ഹില്ലും ജോഹാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാണ്. അതിനുശേഷം കാണിക്കുന്നത് തന്നാണെങ്കിൽ ആ കട പുതിയതായിട്ട് വാങ്ങുന്ന ആ ഒരു ലേഡീനെ കൊണ്ട് വരുന്നതാണ്. ആ ലേഡിയല്ല, ആക്ച്വലി ആ ലേഡീനെ മറ്റൊരാൾ അയച്ചിടാണ്. ആ അയച്ചയാളുടെ പേര് പ്രാങ് എന്നാണ്. അപ്പോൾ ആ ഒരു ലേഡി ആ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ നോർത്താണെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം തന്നും ആ ലേഡി സംസാരിക്കാൻ പോകുന്ന സമയത്ത് പ്രാങ് അത് ജോഹാൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പേരല്ലേ എന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ പ്രാങ്ങിനൊന്ന് മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ ജോഹാൻ ഈ ഇടയ്ക്ക് ഏതെങ്കിലും കോഫി ഷോപ്പിൽ വാങ്ങിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പ്രാങ് തിരിച്ച് റിപ്ലൈ എടുത്തിട്ട് അതെ, നീ വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പ് അവൻ വാങ്ങിച്ചു, അതുപോലെ തന്നെ നീ വർക്ക് ചെയ്തിരുന്ന ബാറും അവൻ വാങ്ങിച്ചു, പിന്നെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റും അവൻ വാങ്ങാൻ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇവനാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ്, അതാണ് ജോഹാൻ വാങ്ങാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ജോഹാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർത്തിന് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇത് ടേറിനോട് പറഞ്ഞിട്ട് ഞാൻ ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് നമ്മുടെ നോർത്തിന് ടെൻഷനായി നിൽക്കുവാണ്. അതിനുശേഷം അവർക്കെല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ നോർത്ത് ഉണ്ടാക്കിയ അമേരിക്കാനോ ആണ് നമ്മുടെ ആർത്തിഡ് കുടിക്കുന്നത്. എന്നാൽ നമ്മുടെ നോർത്തിന് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിഞ്ഞുള്ളതുകൊണ്ട് തന്നെ ആർത്തിഡ് എൻ്റെ പൊന്നെ ഇതൊന്നും എന്നെക്കൊണ്ട് കുടിക്കാൻ പറ്റുള്ളൂ, നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ജോഹാനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ഞാൻ കുടിച്ചോളാം, നിനക്കതിന് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് നമ്മുടെ നോർത്തിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പിടിച്ച് വലിച്ച് പടിയിരുത്തുന്നുണ്ട്. ആ സമയം നോർത്ത് വിടുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജോഹാൻ വിടുന്നില്ല. അതേസമയം തന്നെ ജോഹാനാണ് ആ ഒരു കഫേ വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ആർത്തിഡ് അപ്പോൾ എൻ്റെ പൈസയൊക്കെ തിരിച്ചാൽ ഈ കഫേയിൽ ഞാൻ എത്ര കോഫി വാങ്ങിച്ചോ അതിൻ്റെ പൈസയൊക്കെ തിരിച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ വന്നിട്ട് അങ്ങനെ പൈസ കൊടുത്ത് കോഫി വാങ്ങേണ്ട അവസ്ഥ എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ഒരു കോഫി വാങ്ങാനുള്ള പൈസ നിൻ്റെ കയ്യിലില്ലേടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോർത്ത് ജോഹാനോട് എനിക്കൊരു കാര്യം സംസാരിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ അത് പിന്നെ നീയാണല്ലേ ആ ഒരു ബാർ വാങ്ങിച്ചത്, അതുകൊണ്ടാണല്ലേ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്, അതുപോലെ ഈ കഫേ നീ ഇപ്പോൾ വാങ്ങിച്ചു, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും, നിനക്ക് പൈസ ഉണ്ടെന്ന് കരുതി നീ എന്നെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം ജോഹാനാണെങ്കിൽ നിൻ്റെ അടുത്ത് പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലേ, അതുപോലെ തന്നെ ഞാൻ വർക്കിൻ്റെ കാര്യമായിട്ട് ബോസ്റ്റണിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ബോസ്റ്റണിലേക്ക് പോവാണോ, എത്ര ദിവസത്തേക്കെന്ന് ചോദിച്ചപ്പോൾ ഒരു 2 ആഴ്ച അടുപ്പിച്ച് കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് അപ്പോൾ ഞാൻ അത്രയും ദിവസം കോളേജിൽ നിന്ന് ലീവ് എടുക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അതേസമയം ഓർത്ത് ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ജോഹാനാണെങ്കിൽ നീ എന്നെ മിസ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നോർത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതേസമയം ജോഹാൻ അല്ല ടേറ് നേരത്തെ പറഞ്ഞല്ലോ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നോർത്ത് അത് പിന്നെ ട്യൂഷൻ ഫീസും റൂമിൻ്റെ റെൻ്റൊക്കെ അടയ്ക്കാനുണ്ട്, അപ്പോൾ കുറച്ച് പൈസ കടന്നു തരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ പൈസയൊക്കെ തരാം, പക്ഷേ ഞാൻ പറയുന്ന 1-2 ഇൻസ്ട്രക്ഷൻസ് നീ ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ജോഹാൻ അവനെ കിസ് ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയം ഓർത്ത് കിസ് ചെയ്യുന്ന കാര്യമാണ് ഇൻസ്ട്രക്ഷൻ, എങ്കിൽ എനിക്ക് ഇതിൻ്റെ പൈസ വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോഹാൻ അവനെ പിടിച്ചു വെച്ചിട്ട് അവൻ്റെ കവളിൽ കിസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജോഹാനാണെങ്കിൽ ഇനി എന്തുണ്ടെങ്കിലും നീ ഡയറക്റ്റ് എന്നോടങ്ങ് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ നോർത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അവൻ പൈസ അയച്ച് കൊടുക്കുന്നുണ്ട്. മെസ്സേജ് വന്ന് കണ്ടിട്ട് നോർത്ത് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആർത്തിനും പിന്നെ നോർത്തും ഹില്ലും ടേറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തോൻഫായും ജോഹാനും അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു. വരുന്നതിന് മുമ്പേ തന്നെ തോൻഫ ജോഹാൻ്റെ അടുത്ത് നീ നോർത്തിൻ്റെ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്ത പോലെ അവനെ ട്രീറ്റ് ചെയ്യരുത്, നന്നായിട്ട് നോക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ നീ ഹില്ലിനെ പോലെ എനിക്ക് ക്ലാസ് എടുക്കല്ലേ എന്ന് പറയുമ്പോൾ തോൻഫയാണെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞതാ നിൻ്റെ ഓളെ പിടിച്ചിരിക്കണമെങ്കിൽ അവൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പയ്യനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശിവരാണെങ്കിൽ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ നോർത്തിൻ്റെ അടുത്ത് ഇന്ന് രാത്രി നീ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാനും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോഹാനാണെങ്കിൽ ഒരു ഫോൺ കോളിൽ ബിസിനസ്സിൻ്റെ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്നതാണ്. ആ സമയം നോർത്ത് ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ കോൾ കട്ട് ചെയ്തിട്ട് നോർത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ വരുന്നതും അടുത്ത കോൾ വരുന്നുണ്ട്. അങ്ങനെ അതും എടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൻ നോർത്തിനെ ഹഗ് ചെയ്ത് നോർത്തിനെയും പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയം നോർത്തിനോട് എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. നമ്മുടെ നോർത്ത് മൊത്തത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് കേട്ടതും നോർത്ത് ഉറക്കം എഴുന്നേറ്റിട്ട് ജോഹാന് ഒരു കിസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഉറങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ജോഹാനാണെങ്കിൽ നോർത്തിനെ പിടിച്ച് വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.